Good morning. In the last session, we have discussed till cascading rollback. Today, we are going to discuss on the topic characterizing schedules based on serializability. Okay. So before going into the term serializability, we'll be seeing what is a serial schedule. Okay. Suppose that two users submit to the DBMS transactions T1 and T2 approximately at the same time. The two possible outcomes may be occurring. The first one is execute all the operations of the T1 followed by all the operations of the T2. Second option is execute all the operations of T2 followed by all the operations of T1 in sequence. Clear? So such schedule is known as serial schedule. This means that ഇപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻസ് ഒരു ഷെഡ്യൂളിലുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് ഒരേ സമയം ഒരു ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്യും DBMSലേക്ക് ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി ടു ഔട്ട്കംസ്. ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ 2 ചെയ്യുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ട് ട്രാൻസാക്ഷൻ T1 ഫസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് എക്സിക്യൂട്ട് T2. ഓക്കെ, അത് സീക്വൻസ് ബൈ സീക്വൻസ്, അതായത് T1 കഴിഞ്ഞിട്ട് T2, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും T2 കഴിഞ്ഞിട്ട് T1. ഓക്കെ, എക്സിക്യൂട്ട് ഓൾ ഓപ്പറേഷൻസ് ഓഫ് ട്രാൻസാക്ഷൻ T2 ഫോളോഡ് ബൈ ട്രാൻസാക്ഷൻ T1. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് കേസിൽ T1 ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, ദെൻ T2. രണ്ടാമത്തെ കേസിൽ T2 ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, then T1. So such type of transactions that are executing in sequence one after another is known as serial schedule. മനസ്സിലായില്ലേ? ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസാക്ഷൻ വരുന്നതിനാണ് നമ്മൾ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ സീരിയൽ ഷെഡ്യൂളുണ്ട്. അത് ഏതാണ്? നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ അല്ല, അത് ഇൻ്റർലീവിങ് ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻ്റർലീവിങ് ആയിട്ട് വരും. ഒരു ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത ട്രാൻസാക്ഷൻ T1 എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇറ്റ് വിൽ ഹോൾഡ് T1 ആൻഡ് എക്സിക്യൂട്ടിങ് സം ഓപ്പറേഷൻസ് ഇൻ T2, ദെൻ ഇറ്റ് കം ബാക്ക് ആൻഡ് എക്സിക്യൂട്ട് T1. അതാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദെർഫോർ ഇൻ എ സീരിയൽ ഷെഡ്യൂൾ ഓൺലി വൺ ട്രാൻസാക്ഷൻ ഈസ് ആക്റ്റീവ് അറ്റ് എ ടൈം. ഓക്കെ ആണല്ലോ? സീരിയൽ ഷെഡ്യൂളിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും ആക്റ്റീവ്. നോ ഇൻ്റർലീവിങ് ഒക്കേഴ്സ് ഇൻ എ സീരിയൽ ഷെഡ്യൂൾ. ഇൻ്റർലീവിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാപ്പില്ല അല്ലേ? വേറെ ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതാണൊരു സീരിയൽ ഷെഡ്യൂളും നോൺ സീരിയൽ ഷെഡ്യൂളും എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ദിസ് ഈസ് എ സീരിയൽ ഷെഡ്യൂൾ. T1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം T2 ചെയ്യുന്നു. ഓക്കെ, അതായത് T1 എല്ലാ ഇൻസ്ട്രക്ഷൻസും ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് T2 ചെയ്യും. ഇവിടെ എങ്ങനെയാണ്? ആദ്യം T2 ചെയ്യും, T2 ചെയ്ത് കഴിഞ്ഞിട്ട് T1 ചെയ്യും. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇതാണ് നോൺ സീരിയൽ എന്ന് പറയുന്നത്. അതായത് ഇൻ്റർലീവിങ് ഓപ്പറേഷൻസ് വരും. ആദ്യം T1 കുറച്ച് ചെയ്യും, after that T2 will perform some instruction. Okay, after that T1 will again execute some instruction, then it control again goes to T2, then control again come back to T1. ഇതാണ് ഇത് ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇൻ്റർലീവിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ഗ്യാപ്പ് ഉണ്ട്. ഇത് കുറച്ച് രണ്ട് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ T2 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി T2യുടെ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു? T1 എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? ദിസ് ഈസ് ഓൾസോ അനദർ നോൺ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, നോക്കിക്കേ, ആദ്യം T1ൻ്റെ ഒരു 3 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ആഫ്റ്റർ ദാറ്റ് T2 വിൽ ബി എക്സിക്യൂട്ടിങ്, ആഫ്റ്റർ ദാറ്റ് T1 അഗെയിൻ വിൽ ബി എക്സിക്യൂട്ടിങ്. ഇതാണ് ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾസിൻ്റെ എക്സാമ്പിളാണ് ഏത്? ഷെഡ്യൂൾ C ആസ് വെൽ ആസ് ഷെഡ്യൂൾ D. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ A ആൻഡ് B ഇൻ ഫിഗർ ആർ കോൾഡ് സീരിയൽ. ഷെഡ്യൂൾ A ആൻഡ് B ഇൻ ഫിഗർ ആർ കോൾഡ് സീരിയൽ ആണല്ലോ. ഷെഡ്യൂൾ A, ഷെഡ്യൂൾ B ഈസ് സീരിയൽ.
ഷെഡ്യൂൾ സി ആൻഡ് ഡി ഇൻ ഫിഗർ ആർ കോൾഡ് നോൺ സീരിയൽ. ഇത് രണ്ടും നോൺ സീരിയലാണ്. ഓക്കെ. The problem with the serial schedule is that they limit concurrency by prohibiting interleaving of operations. അപ്പോൾ സീരിയൽ ഷെഡ്യൂളിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ലിമിറ്റ് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് സി പി യുവിന് നമുക്ക് ഇപ്പോഴത്തെ സി പി യുസ് എന്ന് പറഞ്ഞാൽ ഹൈ പവർഫുൾ ആയിട്ടുള്ള സി പി യു ആണ്. അപ്പോൾ അതിന് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ബൈ എക്സിക്യൂട്ടിങ് ഇൻ സീരിയൽ മാനർ. ഓക്കെ. വൈ? ബിക്കോസ് ഒരു ട്രാൻസാക്ഷൻ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ആക്ച്വലി മൂവ് ടു വി ക്യാൻ ട്രാൻസ്ഫർ ദ സി പി യു ടു ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പോഴത്തേക്കും നമുക്ക് ആ സി പി യു ടൈം പ്രോസസ്സിങ് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇൻ സീരിയൽ ഷെഡ്യൂൾ ഇഫ് എ ട്രാൻസാക്ഷൻ വെയിറ്റ്സ് ഫോർ ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ we cannot switch the CPU processor to another transaction in the case of serial schedule. സീരിയൽ ഷെഡ്യൂളിൽ ഒരു ട്രാൻസാക്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സി പി യുവിന് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാതെ വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഇൻ ദ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ. ഇപ്പോൾ കൺകറൻറ്റ് ഷെഡ്യൂളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നോൺ സീരിയൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ കൺകറൻറ്റ് ഷെഡ്യൂളിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. എങ്ങനെയാണ്? നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വേണ്ടി വരുമ്പോഴത്തേക്കും സി പി യു എന്ത് ചെയ്യുന്നു? സി പി യു വിൽ ബി സ്വിച്ചിങ്, ദ സോഫ്റ്റ്വെയർ വിൽ ബി സ്വിച്ചിങ് ടു ദ സി പി യു ടു ദ നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് അത് മാറ്റി കൊടുക്കും. അപ്പം സി പി യു ആ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ടി ടു എന്ന് പറയുന്ന നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ ടി ടുവിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വരുമ്പോഴത്തേക്കും ആ ടി ടു നിന്നെടുത്ത് ടി വണ്ണിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇൻ്റർലീവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഒരു കൺകറൻറ്റ് ട്രാൻസാക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ സി പി യുടെ ടൈം ഒന്നും അവിടെ വേസ്റ്റ് ആവുന്നില്ല. പക്ഷേ സീരിയൽ ഷെഡ്യൂളിൽ സി പി യു ടൈം ഈസ് വേസ്റ്റിംഗ്. ഓക്കെ. ബിക്കോസ് ഈ സ്വിച്ചിങ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് serializable schedule. Okay. Before that, serializable schedule. A schedule is of n transaction is serializable if it is equivalent to some serial schedule of the same n transactions. അതായത് നമുക്ക് ഇതിന് മുമ്പായിട്ട് we need to see an example. Consider we have seen these 4 schedule. ഈ 4 ഷെഡ്യൂളിൽ നമുക്ക് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ. സി ഹിയർ we are going to give the x value is 90, y value is 90, n equal to 3 and m equal to 2. Okay. So the actual result we must get after executing T1 and T2 serially is x equal to 89 and y equal to 93. അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. Now look at here. Here x equal to read x first transaction read x equal to read item x എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് റീഡ് ചെയ്യും? 90 റീഡ് ചെയ്യും അല്ലേ? 90 റീഡ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത്? 90 മൈനസ് 3 എത്ര? 90 മൈനസ് 3 ഈസ് 87. ഓക്കെ. ഇവിടെ 87 വരും. ദെൻ അഗെയിൻ വാട്ട്? റൈറ്റ് ഐറ്റം എക്സ്. അതായത് ഈ T1ൽ എക്സിൻ്റെ വാല്യൂ 87 എന്നിവിടെ റൈറ്റ് ചെയ്യും. ഓക്കെ. T1ൽ ക്ലിയർ. Then next item നോക്കിക്കേ. read item y. what is y? 90. y is 90. y equal to y plus n. what is y? 90 plus 3 എത്ര? 93. ഓക്കെ. റൈറ്റ് ഐറ്റം y എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 93 എഴുതുക. ക്ലിയർ? നൗ യു കം ടു ട്രാൻസാക്ഷൻ T2. ട്രാൻസാക്ഷൻ T2ൽ നമുക്ക് എന്താണ്? റീഡ് ഐറ്റം എക്സ്. ട്രാൻസാക്ഷൻ T2ൽ റീഡ് ഐറ്റം എക്സ്. സോ റീഡ് ഐറ്റം എക്സ്. അപ്പോൾ റീഡ് ഐറ്റം എക്സ് വരുമ്പോഴത്തേക്കും വിച്ച് വാല്യൂ വിൽ ബി റെഡ് ബൈ ദ എക്സ്? ദ വാല്യൂ ദാറ്റ് ഈസ് റിട്ടൺ ബൈ ദ ട്രാൻസാക്ഷൻ T1.
ഓക്കെ, അതായിരിക്കും ഇവിടെ എഴുതുന്നത്. അതായത് 87, ഇവിടെ 87 വരും. ആ 87ൻ്റെ കൂടെ എക്സ് പ്ലസ് എം മീൻസ് എം ഈസ് 2, ദറ്റ് ഈസ് 87ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 89. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് the final result must be x equal to 89. Okay, y equal to എത്ര, 93 അല്ലേ? 93 എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ പറയണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷെഡ്യൂൾ നോക്കിക്കേ. രണ്ടാമത്തെ ഷെഡ്യൂളിൽ സെയിം തന്നെയാണ്. രണ്ടാമത്തെ ഷെഡ്യൂൾ ഇതിലിപ്പോൾ T1 കഴിഞ്ഞിട്ടാണ് T2 എക്സിക്യൂട്ട് ചെയ്യുക, ആദ്യത്തേൽ അല്ലേ? രണ്ടാമത്തേൽ T2 ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞ് T1. സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും, നിങ്ങൾ നോക്കിയാൽ മതി. നൗ ഷെഡ്യൂൾ സി, ലുക്ക് അറ്റ് ഷെഡ്യൂൾ സി. ഫസ്റ്റ് റീഡ് ഐറ്റം എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ. അതായത് ആദ്യം റീഡ് ഐറ്റം എക്സ് വിളിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് ഹൗ മച്ച്? റീഡ് ഐറ്റം എക്സ് വിളിക്കുമ്പോഴത്തേക്കും ഏത് റീഡ് ചെയ്യും? 90 റീഡ് ചെയ്യും, ആണല്ലോ. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ വിളിക്കുമ്പോൾ എന്ത് വരും? അതിൻ്റെ കൂടെ എന്ത് വരും? എക്സ് മൈനസ് എന്ന് ഒരു 3 മൈനസ് ചെയ്യും അല്ലേ? ഇറ്റ് ബിക്കംസ് 87. ഓക്കെ, 87 ക്ലിയർ ആയല്ലോ. 87 വരും ഇവിടെ. ഇപ്പം ഇവിടെ 87 വരും, 87. ബട്ട് വൺ തിങ്, ഇനി അടുത്തത് T2 റീഡ് ഐറ്റം എക്സ്. ഓക്കെ, അപ്പോൾ T2 ഇവിടെ ഐറ്റം എക്സ് റീഡ് ചെയ്യുമ്പോഴത്തേക്കും ഏതായിരിക്കും ശരിക്കും പറഞ്ഞാൽ റീഡ് ആവുന്നത്? ഇത് 90 ആണ് റീഡ് ആവുന്നത്. അതായത് എക്സിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് റീഡ് ആവുന്നത്. വൈ? ബിക്കോസ് ദിസ് 87 ഈസ് നോട്ട് റിട്ടൺ ഹിയർ. അത് ഡാറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്തില്ല അല്ലേ? ഡാറ്റാബേസിലോട്ട് അത് റൈറ്റ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 90. ക്ലിയർ? ബിക്കോസ് ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ റിസൾട്ട് അവിടെ വന്നില്ല. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഇനി ഈ 90-ലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 90-ൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എം. ഹൗ മച്ച്? എം ഈസ് 2, സോ ഇറ്റ് ബിക്കംസ് 92. ഓക്കെ, 92. ക്ലിയർ? ഞാനിത് മായ്ക്കാം. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 92. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ റൈറ്റ് ഐറ്റം എക്സ്. ഇവിടെ നമ്മൾ നേരത്തെ എക്സിൻ്റെ കൂടെ നമ്മൾ 3 മൈനസ് ചെയ്തതും കൂടെ അതായത് 87 ആയിരിക്കും ഇവിടെ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, 87 ഇവിടെ റൈറ്റ് ചെയ്യും, 87 റൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആ 87 റൈറ്റ് ചെയ്തതിൽ 87 റൈറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈസ് റീഡ് ഐറ്റം വൈ. നെക്സ്റ്റ് ഈസ് റീഡ് ഐറ്റം വൈ ആകുമ്പോഴത്തേക്കും 90 റീഡ് ചെയ്യും. എന്നിട്ട് റൈറ്റ് ഐറ്റം എക്സ് ഉണ്ട്, റൈറ്റ് ഐറ്റം എക്സ്. അപ്പോൾ ഇവിടെ റൈറ്റ് ഐറ്റം എക്സ് വിളിക്കുമ്പോഴത്തേക്കും ഏതാണ് റൈറ്റ് ചെയ്യുന്നത്? ഇവിടെ 92 ആണ് റൈറ്റ് ചെയ്തത്. ബിക്കോസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത എക്സിൻ്റെ വാല്യൂ നമ്മൾ 90 വെച്ച് എടുത്ത് 2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് 92. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ചെയ്യുന്നത് 92 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കിക്കുക, y ഈക്വൽ ടു വൈ പ്ലസ്. അത് പ്രോബ്ലം ഇല്ല. y ഈക്വൽ ടു വൈ നമ്മൾ കൊടുത്തു. വൈയുടെ വാല്യൂ 90 ആണ്. 90യുടെ കൂടെ നമ്മൾ 90 പ്ലസ് n എന്ന് പറയുന്നത് 93. ഇപ്പോൾ ഇവിടെ 93 വരും. ക്ലിയർ? അപ്പോൾ 93. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 92 എന്ന് വരും. എക്സ് 92ഉം വൈ 93 എന്നും വരും. ഓക്കെ, അപ്പോൾ വൈ 93 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് 92 വൈ 93 എന്ന് വരും. പക്ഷേ അങ്ങനെയല്ല വരേണ്ടത്. എങ്ങനെയാണ് വരേണ്ടത്? എങ്ങനെയാണ് വരേണ്ടത്? എക്സ് 89 ആണ് വരേണ്ടത്, വൈ 93 വരേണ്ടത്. പക്ഷേ ഇവിടെ റിസൾട്ട് എങ്ങനെ കിട്ടി? എക്സ് 93 എന്നും വന്നു, വൈ 92 എന്നും വന്നു. ഓക്കെ, ദാറ്റ് ഈസ് വൈ 93 എന്നും വന്നു, എക്സ് 92 എന്നാണ് വന്നത്. 89 പകരം ഇറ്റ് ബിക്കെയിം 92. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ കൺകറൻറ്റ് ഷെഡ്യൂൾ ആക്കിയപ്പോഴത്തേക്കും ഇത് റോങ് ആയിട്ട് വന്നു അല്ലേ?
ഇനി ഇത് നോക്കുക, ഷെഡ്യൂൾ ഡി നോക്കുക. ഷെഡ്യൂൾ ഡിയിൽ റീഡ് ഐറ്റം എക്സ് വിളിക്കുമ്പോഴത്തേക്കും 90 ഈസ് കോൾഡ് ഹിയർ അല്ലേ. എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ, 90 മൈനസ് എൻ, വാട്ട് ഈസ് 90 മൈനസ് എൻ? ഇറ്റ് ഈസ് 87. റൈറ്റ് ഐറ്റം എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ഐറ്റം എക്സ് എന്ന് പറയുന്നത് 87 അല്ലേ, 87. അപ്പം 87 ഇവിടെ റൈറ്റ് ചെയ്തു, 87 ഈസ് റിട്ടേൺ ഹിയർ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ T2 നോക്കിക്കേ, റീഡ് ഐറ്റം എക്സ്. അപ്പോൾ റീഡ് ഐറ്റം എക്സ് വിളിക്കുമ്പോഴത്തേക്ക് ഏത് വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത്? 87 ആണ് റീഡ് ചെയ്തത് അല്ലേ, കാരണം ദിസ് 87 ഈസ് പെർമനൻ്റ്ലി റിട്ടേൺ ഇൻ ടു ദ ഡാറ്റാബേസ്. സോ 87 ആണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 87 നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റ് ചെയ്യുന്നു. 87 പ്ലസ് എം, എം ഈസ് വാട്ട്? 2. 87 പ്ലസ് 2 ഈസ് 89. ഓക്കെ, 89. അപ്പോൾ നമുക്ക് ആ റൈറ്റ് ഐറ്റം എക്സ്, സോ 89 ഈസ് റിട്ടേൺ ഹിയർ. സോ ഇവിടെ എക്സ് വാല്യൂ കറക്റ്റായിട്ട് കിട്ടി. ക്ലിയർ? ആ, ഇനി ഇവിടെ നോക്കുക, റീഡ് ഐറ്റം വൈ. 90 റീഡ് ചെയ്തു, 90 പ്ലസ് എൻ, 90 എൻ എത്ര? 3, 93. സോ റൈറ്റ് ഐറ്റം വൈ 93. അപ്പോൾ ഈ ഓപ്പറേഷനിൽ ഈ ഷെഡ്യൂൾ സിയിൽ എക്സിൻ്റെ വാല്യൂ 89 വരുന്നതിന് പകരം 92 ആയി. ഓക്കെ, വൈ കറക്റ്റാണ്, നോ പ്രോബ്ലം. ബട്ട് ഇവിടെ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നു, 89 93 തന്നെ വന്നു. ക്ലിയർ? അപ്പോൾ ഈ ഷെഡ്യൂൾ, അപ്പോൾ ഈ കൺകറൻറ്റ് ഈ സീരിയലായിട്ട് ചെയ്ത ഷെഡ്യൂൾ എന് നമ്മൾ നോൺ സീരിയൽ ഷെഡ്യൂളിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും ഇവിടെ ഈ കേസിൽ റിസൾട്ട് മാറിയില്ല, സെയിം തന്നെ കിട്ടി. ഇവിടെ റിസൾട്ട് മാറി. ക്ലിയർ? ആ, അപ്പോൾ നമ്മൾ സീരിയലൈസബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു ഷെഡ്യൂളിൽ നമ്മൾ ഇതുപോലെ കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷന് അതിനെ നമുക്ക് സീരിയലാക്കാൻ പറ്റിയാൽ the result is same, then it can be serializable. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണമെങ്കിൽ ഒരു ഷെഡ്യൂൾ എസ് ഈസ് സീരിയലൈസബിൾ if it is equivalent to a concurrent schedule S is serializable if it is equivalent to some serial schedule of the same transaction getting the same result. Okay, so അപ്പോൾ ഷെഡ്യൂൾ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. ക്ലിയർ ആയല്ലോ? ഷെഡ്യൂൾ സി എന്ന് പറയുന്നത് സീരിയലൈസബിൾ ആണോ? അല്ല, ബിക്കോസ് വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട് സിമിലർ ടു എ സീരിയൽ ഷെഡ്യൂൾ. ഇത് നമ്മൾ സീരിയലാക്കി, ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ ഒരു സീരിയൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കെന്താണ്, ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഒരു സീരിയൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതേ റിസൾട്ട് നമുക്കിവിടെ കിട്ടുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഈ ഷെഡ്യൂൾ, കൺകറൻറ്റ് ഷെഡ്യൂൾ ഓക്കെ ഓഫ് n transaction is serializable if it is equivalent, if it is same, and if it is equivalent to some serial schedule of the same n transactions. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, കൺകറൻ്റായിട്ട് 2 ട്രാൻസാക്ഷൻ ഉണ്ട്. ഇവിടെ അതുപോലെ സീരിയലായിട്ട് 2 ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇത് വരും. ഈ കൺകറൻറ്റിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഈ സീരിയൽ ഷെഡ്യൂളിന് ഉണ്ടാക്കാൻ പറ്റും. സച്ച് എ ഷെഡ്യൂൾ ഇസ് നോൺ ആസ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ definition of the serializable schedule. Okay, as I said, a schedule S of n transaction, വേണമെങ്കിൽ a schedule S of schedule S having concurrent transaction with n transaction is serializable എന്നാണ് പറയാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് a schedule S of n transaction is serializable if it is equivalent to some serial schedule of the same n transaction. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കൺകറൻറ്റ് ട്രാൻസാക്ഷനെ നമുക്ക് ഈ സീരിയൽ ഷെഡ്യൂളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ബിക്കോസ് ഈ 2 രീതി ചെയ്താലും വി ആർ ഗെറ്റിംഗ് ദ സെയിം ഔട്ട്കം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അതിനെ സീരിയലൈസബിൾ ആക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഷെഡ്യൂളുകളെയാണ് നമ്മൾ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺകറൻറ്റ് ട്രാൻസാക്ഷൻ ഹാവിങ് മൾട്ടിപ്പിൾ കൺകറൻറ്റ് ഷെഡ്യൂൾ ഹാവിങ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷന് നമുക്ക് ഒരു സീരിയൽ ഷെഡ്യൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ such schedules are known as serializable schedule. So we can say that here schedule D is serializable. ഓക്കെ, ഇപ്പോൾ ഈ ഡെഫിനേഷൻ പറഞ്ഞിട്ട് ഈ എക്സാമ്പിൾ എഴുതിയിട്ട് നിങ്ങൾ ഷെഡ്യൂൾ എ ഈ സീരിയലൈസബിൾ എന്ന് പറയരുത്. ഇവിടെ നമുക്ക് ഏതാണ് സീരിയലൈസബിൾ? ഷെഡ്യൂൾ ഡി ഈസ് സീരിയലൈസബിൾ. ഓക്കെ, കൺകറൻറ്റ് ഷെഡ്യൂൾ ഡി ഈസ്
serializable. Okay, clear? Next is equivalent schedule. നമ്മളിനി ഒരുപാട് ഇതിൽ കുറച്ച് ടേംസുകൾ നമ്മളിനി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സീരിയലൈസബിലിറ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈക്വലൻറ്റ് ഷെഡ്യൂൾ, ഇപ്പോൾ രണ്ട് ഷെഡ്യൂളിൽ നമുക്ക് എങ്ങനെ ഈക്വലൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റും? അപ്പോൾ ഫോർ ടു ഷെഡ്യൂൾസ് ടു ബി ഈക്വലൻറ്റ്, ദി ഓപ്പറേഷൻസ് അപ്ലൈഡ് ടു ഈച്ച് ഡാറ്റ ഐറ്റം ഇൻ ബോത്ത് ഷെഡ്യൂൾസ് മസ്റ്റ് ബി ഇൻ ദ സെയിം ഓർഡർ. അതായത് നമ്മൾ രണ്ട് ഈ ഷെഡ്യൂളിലും ഉപയോഗിക്കുന്ന നമ്മുടെ ചില ഡാറ്റ ഐറ്റംസ് ഉണ്ട്. ആ ഡാറ്റ ഐറ്റംസിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ ഐറ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു സെയിം ഓർഡറിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷെഡ്യൂൾ S1. ഓക്കെ, S1 എന്ന് പറയുന്ന ഷെഡ്യൂളിൽ നമുക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്, റീഡ് എക്സും റൈറ്റ് എക്സും, രണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഈ റീഡ് എക്സും റൈറ്റ് എക്സും എന്ന് പറയുന്നത് ഇപ്പോൾ ഷെഡ്യൂൾ 1 റീഡ് എക്സ് റൈറ്റ് എക്സ് ആണെങ്കിൽ ഷെഡ്യൂൾ 2 അത് അതേ ഓർഡറിലായിരിക്കണം, അത് മാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് ഈക്വലൻറ്റ് ഷെഡ്യൂൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പ്ലെയിൻ കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് ആൻഡ് വ്യൂ ഇക്വലൻറ്റ്. Okay, the two definitions of the equivalence of the schedule are generally used: conflict equivalent and view equivalent. Okay, so now we can see what is conflict equivalent. So what is conflict equivalent? Two schedules are said to be conflict equivalent if the order of any two conflicting operations is same in both schedule. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് ഷെഡ്യൂൾ 1 ആൻഡ് ഷെഡ്യൂൾ 2. ഇതിൽ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഓർഡർ രണ്ട് ഷെഡ്യൂളിലും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് ഇവിടെ റീഡ് ഐറ്റം എക്സ്, റൈറ്റ് ഐറ്റം എക്സ്. ഓക്കെ, ഇവിടെ ട്രാൻസാക്ഷൻ T2 റീഡ് ഐറ്റം എക്സ്, റൈറ്റ് ഐറ്റം എക്സ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ഐറ്റം എക്സും റീഡ് ഐറ്റം എക്സും ഇങ്ങനെയാണ് ഷെഡ്യൂൾ 1 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 2 അതേ ഓർഡർ തന്നെയാണ് ആ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഇതുപോലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. റീഡ് റൈറ്റ് റീഡ്, അല്ലെങ്കിൽ രണ്ട് റൈറ്റ്, അങ്ങനെ വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഹാപ്പനിങ് ഇൻ 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ, മസ്റ്റ് ബി ഓൺ ദ സെയിം ഡാറ്റ ഐറ്റം. One must be read operation and another must be write operation, or vice versa, or both must be write operation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ഐറ്റം റീഡ് ഐറ്റം എക്സ് അല്ലേ, റൈറ്റ് ഐറ്റം എക്സ് റീഡ് ഐറ്റം എക്സ്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഓർഡർ ഈസ് സെയിം ഹിയർ. ക്ലിയർ? സോ വി ക്യാൻ സേ ദാറ്റ് these two schedules are conflict equivalent. So two schedules are said to be conflict equivalent if the order of any two conflicting operations is same in both the schedules. രണ്ട് ഷെഡ്യൂളിലും ആ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഓർഡർ റിമൈനിങ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കിയുള്ളതിൻ്റെ നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെയൊക്കെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ ഇവിടെ റൈറ്റ് ഐറ്റം എക്സും റീഡ് ഐറ്റം എക്സും ആണ് അല്ലേ, അത് മാറി. അതിപ്പോൾ മാറിയതാ ഈ റീഡ് ഐറ്റം ഒ എന്ന് പറയുന്ന മോളിൽ കയറി അല്ലേ, ഇവിടെ വന്നു. റൈറ്റ് ഐറ്റം താഴെ വന്നു. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റിംഗ് ഒന്നുമല്ല. റീഡ് ഐറ്റം ഒ, റൈറ്റ് ഐറ്റം എക്സ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഒന്നുമല്ല. അപ്പോൾ അത് മാറുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് മാറാൻ പാടില്ല. ഇത് നമ്മൾ ഒരിക്കലും ഇവിടെ റൈറ്റ് ഐറ്റം എക്സും റീഡ് ഐറ്റം എക്സും വന്നിട്ട് ഇവിടെ വന്നിട്ട് റീഡ് ഐറ്റം എക്സും റൈറ്റ് ഐറ്റം എക്സും വരാൻ പറ്റില്ല. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾ എസ് ഈസ് സെറ്റ് ടു ബി കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ if it is conflict equivalent to some serial schedule S dash. അതായത് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസിന് നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു കണ്ടീഷനാണ്. ഓക്കെ, എ ഷെഡ്യൂൾ എസ് ടു ബി കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ
if it is conflict equivalent to some schedule S dash. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം. അത് ഒരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ സ്വാപ്പിംഗ് ഓഫ് ദ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ സീരിയൽ ഷെഡ്യൂൾ, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഇവിടെ താഴെ സീരിയലൈസബിൾ ഉണ്ട്, മാറിപ്പോയത്, അത് മറഞ്ഞു പോയതാണ്. If swapping of non-conflicting instructions can make it into a serial schedule, then it is known as conflict serializable. അപ്പോൾ ഇത് നോക്കുക, ഈ ഷെഡ്യൂൾ നോക്കുക. ഇതിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളിൻ്റെ ഡെഫിനിഷൻ, രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് പറഞ്ഞാൽ, ഇവിടെ നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷന് നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് സീരിയലാക്കാൻ പറ്റിയാൽ, സീരിയൽ ഷെഡ്യൂൾ ആക്കാൻ പറ്റിയാൽ, സച്ച് ഷെഡ്യൂൾ ഈസ് നോൺ ആസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പോൾ എന്താണ്, നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് സ്വാപ്പ് ചെയ്ത് ഒരു നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്വാപ്പ് ചെയ്ത് അതിനെ നമുക്കൊരു സീരിയൽ ഷെഡ്യൂളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നോൺ ആസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. So you just analyze, just see what are the non-conflicting instructions. Here see, write item x, read item x. ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണോ നോൺ കോൺഫ്ലിക്റ്റിംഗ് ആണോ? ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണ് അല്ലേ. ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതാണ് ഇവിടെ, ട്രാൻസാക്ഷൻ T1 റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ഇതിവിടെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് വൺ, റൈറ്റ് ഐറ്റം എക്സും റീഡ് ഐറ്റം വൈയും? അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് ഇവിടെ T2 റൈറ്റ് ചെയ്തത് എക്സ് ആണ്, ബട്ട് T1 ഇവിടെ റീഡ് ചെയ്യുന്നത് വൈ ആണ്. അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റിംഗ് ഇല്ല. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഇത് മുകളിലോട്ട് കൊണ്ടുവരാം, ഇത് താഴെ കൊണ്ടുവരാം. ഓക്കെ, ഇതിനെ നമുക്ക് മേളിലോട്ട് കൊണ്ടുവരാം, ഇതിനെ നമുക്ക് വേണമെങ്കിൽ മേളിലോട്ട് കൊണ്ടുവരാം, ഇതിനെ നമുക്ക് താഴോട്ടും കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ സംഭവം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ റീഡ് ഐറ്റം ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ വന്നു, ഇങ്ങനെ വന്നു. ഈ രണ്ടെണ്ണം മേളിൽ കയറിയപ്പോഴത്തേക്കും ഇറ്റ് ബിക്കേം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഈ രണ്ട് ഇൻസ്ട്രക്ഷന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് ബിക്കേം എ സീരിയൽ ഷെഡ്യൂൾ. അങ്ങനെയുള്ള ഷെഡ്യൂളുകളെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളിന് നമുക്ക് രണ്ട് കണ്ടീഷനുണ്ട്. ഇറ്റ് മസ്റ്റ് ബി കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സ്വാപ്പിംഗ് ഓഫ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് മേക്ക് ഇറ്റ് ഇൻ ടു എ സീരിയൽ ഷെഡ്യൂൾ, ദാറ്റ് ഈസ് നോൺ ആസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്വലൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഇക്വലൻറ്റ് ഷെഡ്യൂളിൽ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പറയാൻ പോയാണ്, കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റും വ്യൂ ഇക്വലൻറ്റ്. കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് കേസ് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി പറഞ്ഞത്. ഓക്കെ, now we can move to view equivalent. View equivalent, we are having three conditions. Two schedules T1 and T2 are view equivalent. Two schedules T1 and T2 are view equivalent if they satisfy the following condition. ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. T1 T2 അല്ല, ഷെഡ്യൂൾ ആകുമ്പോഴത്തേക്ക് S1 S2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, two schedules S1 and S2 are view equivalent if they satisfy the following condition. Initial read on each data item in the transaction match in both schedules. അതായത് ഇനീഷ്യൽ റീഡ് ഓപ്പറേഷൻ രണ്ട് ഷെഡ്യൂളിലും മാച്ച് ആവണം. അതായത് ഷെഡ്യൂൾ S1 ഐറ്റം എക്സ് ആണ് റീഡ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ 1 ഐറ്റം എക്സ് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ S2 ട്രാൻസാക്ഷൻ T1 ഐറ്റം എക്സ് തന്നെ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ റീഡ് ഓഫ് ഈച്ച് ഡാറ്റ ഐറ്റം ഇൻ ദ ട്രാൻസാക്ഷൻ must be same in both the schedule. Okay, ഇപ്പോൾ ട്രാൻസാക്ഷൻ T1 if it is reading x, value reading x in schedule S1, in schedule S2 also the transaction T1 must read the value x, initial read. ഇനി ഫൈനൽ റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ റീഡിൻ്റെ കാര്യം പറഞ്ഞു, ഇനി ഫൈനൽ റൈറ്റിലും അത് തന്നെയാണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ T2
ഒരു T2 ആണ് ഫൈനലായിട്ട് എക്സിൻ്റെ വാല്യൂ റൈറ്റ് ചെയ്യുന്നതെങ്കിൽ S2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെഡ്യൂളിലും ട്രാൻസാക്ഷൻ T2 ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂ റൈറ്റ് ചെയ്യേണ്ടത്. അതാണ് ഫൈനൽ റൈറ്റ്. ഓക്കെ, സോ ദ ഫൈനൽ റൈറ്റ് ഓപ്പറേഷൻ ഓൺ ഈച്ച് ഡാറ്റ ഐറ്റം മസ്റ്റ് മാച്ച് ഇൻ ബോത്ത് ദ ഷെഡ്യൂൾ. രണ്ട് ഷെഡ്യൂളിലും ഫൈനൽ റൈറ്റ് ഓപ്പറേഷൻ ഒരാൾ ആയിരിക്കണം ചെയ്യുന്നത്. അത് തന്നെ അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം, അത് മാച്ച് ആയിരിക്കണം. ഓക്കെ, അതാണ് ഫൈനൽ റൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി അപ്ഡേറ്റ് റീഡ്. ഇഫ് in a schedule S1 the transaction T1 is reading a data item updated by T2, then in schedule S2 T1 should read the value after updated by T2. എന്ന് പറഞ്ഞാൽ ഈ S1 എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ട്രാൻസാക്ഷൻ T2 അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് ട്രാൻസാക്ഷൻ T1 റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഷെഡ്യൂൾ S1-ൽ. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾ S2-ലും അത് തന്നെ ചെയ്യണം. T2 അപ്ഡേറ്റ് ചെയ്തതായിരിക്കണം T1 റീഡ് ചെയ്യേണ്ടത്. അതാണ്, അത്രയേ ഉള്ളൂ. അപ്ഡേറ്റ് റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷെഡ്യൂൾ, രണ്ട് ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ S1-ൽ T2 അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് ഇഫ് T1 റീഡ് ചെയ്യുന്നതെങ്കിൽ ഇൻ ഷെഡ്യൂൾ S2 ഓൾസോ ദിസ് മസ്റ്റ് ഹാപ്പൻ. ദ അപ്ഡേറ്റഡ് T2 must be read by T1. Clear? This is the 3 condition for the view equivalent. Clear? Let us see an example. ഇനിഷ്യൽ റീഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, T1 എന്ന് പറയുന്ന നമ്മുടെ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. ദിസ് ഈസ് T1 T2. രണ്ട് ഷെഡ്യൂളാണ്, ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2. അപ്പോൾ ഷെഡ്യൂളും ട്രാൻസാക്ഷൻ തമ്മിൽ പലർക്കും തിരിഞ്ഞു പോകും. ഷെഡ്യൂളിനകത്ത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ അടങ്ങിയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ ദിസ് ഈസ് അനദർ ഷെഡ്യൂൾ. അപ്പോൾ അതാണ് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്ന് അറിയിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ T1 ആണ് എന്താ ചെയ്തിരിക്കുന്നത്, എയുടെ വാല്യൂ റീഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷെഡ്യൂൾ 1-ൽ. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ 2-ലും ട്രാൻസാക്ഷൻ 1 തന്നെ എയുടെ വാല്യൂ റീഡ് ചെയ്തിരിക്കണം. അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യൽ റീഡ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് അപ്ഡേറ്റ് റിസൾട്ട് ഇരിക്കുന്ന നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഫൈനൽ റൈറ്റ് നോക്കാം. ഫൈനൽ റൈറ്റ് നോക്കിക്കേ, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2. ഇപ്പോൾ ഫൈനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനലായിട്ട് ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ ഏത് ട്രാൻസാക്ഷനാണോ റൈറ്റ് ചെയ്യുന്നത് ഒരു ഷെഡ്യൂളിൽ, മറ്റേ ഷെഡ്യൂളിലും അത് തന്നെ ആയിരിക്കണം, അയാൾ തന്നെ ആയിരിക്കണം ആ ഫൈനൽ വാല്യൂ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ T3 എന്ന് പറയുന്ന ആളാണ് എയുടെ വാല്യൂ അവസാനമായിട്ട് റൈറ്റ് ചെയ്യുന്നത് അല്ലേ. ആദ്യം ഇവിടെ എ റൈറ്റ് ചെയ്തു, ഇവിടെ T1 റൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് T2 അത് റീഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവസാനം റൈറ്റ് ചെയ്തിരിക്കുന്നത് T3 ആണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണോ നോക്കിക്കേ, ആദ്യം ഇവിടെ T2 റീഡ് ചെയ്തു, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ടാണ് T1 അത് റൈറ്റ് ചെയ്തത്, പിന്നെ ഫൈനൽ റൈറ്റ് ആരാ ചെയ്തിരിക്കുന്നത്, T3 ആണ്. അപ്പോൾ ഇത് സംഭവം വ്യൂ സീരിയലൈസബിളിൻ്റെ കണ്ടീഷനിൽ വരും. ഓക്കെ, ഇനി അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ ഇപ്പം ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം റൈറ്റ് എ അല്ലേ, എ ഇവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് T2 അത് വീണ്ടും റൈറ്റ് ചെയ്തു. ഇനി ആ T2 അപ്ഡേറ്റ് ചെയ്ത സാധനമാണ് T3 റീഡ് ചെയ്തിരിക്കുന്നത്. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, T2 ആദ്യം റൈറ്റ് ചെയ്തു, ദെൻ T1 ആണ് പിന്നീട് അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ T3 റീഡ് ചെയ്യുന്നത് ആര് അവസാനം അപ്ഡേറ്റ് ചെയ്തതാണ് റീഡ് ചെയ്യുന്നത്, T1 അവസാനം അപ്ഡേറ്റ് ചെയ്തതാണ് റീഡ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇത് അപ്ഡേറ്റ് റീഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായില്ലേ എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? കാരണം ഇവിടെ എന്താണ്, ഇവിടെ T3 എന്ന് പറയുന്ന സംഭവം, T3 എന്ന ട്രാൻസാക്ഷൻ ആര് അപ്ഡേറ്റ് ചെയ്തതാണ് റീഡ് ചെയ്തത്, T2 അപ്ഡേറ്റ് ചെയ്തതാണ് റീഡ് ചെയ്തത്.
ഓക്കെ, ദാറ്റ് മസ്റ്റ് ഹാപ്പൻ ഇൻ ഷെഡ്യൂൾ 2 ആസ് വെൽ. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഹിയർ. ഇവിടെ T3 റീഡ് ചെയ്തിരിക്കുന്നത് ആര് അപ്ഡേറ്റ് ചെയ്തതാണ്? T1 അപ്ഡേറ്റ് ചെയ്ത്, അവസാനമായിട്ട് T1 അപ്ഡേറ്റ് ചെയ്തതാണ് T3 ഇവിടെ റീഡ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് റോങ്. ദിസ് ഈസ് നോട്ട് ആൻ അപ്ഡേറ്റഡ് റീഡ്. ഓക്കെ, അപ്പോൾ ഇത് വ്യൂ സീരിയലൈസബിലിറ്റി ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് താഴെ വരണം അല്ലേ? ഇത് താഴെ വരണം, ഇത് താഴെ വന്നിട്ട് ഇത് റീഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ആണ് സംഭവം വരേണ്ടത്. സോ ഇതാണ് 3 കണ്ടീഷൻ: ഇനീഷ്യൽ റീഡ്, അപ്ഡേറ്റഡ് റീഡ്, ഫൈനൽ റീഡ്. ഓക്കെ, ഇനീഷ്യൽ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ ആ വാല്യൂ ആദ്യം ഏത് ട്രാൻസാക്ഷനാണോ റീഡ് ചെയ്തത് ഷെഡ്യൂൾ 1-ൽ, ഷെഡ്യൂൾ 2-ലും ആ ട്രാൻസാക്ഷൻ തന്നെ അത് റീഡ് ചെയ്യണം. ഫൈനൽ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ട്രാൻസാക്ഷനാണോ ഒരു വാല്യൂ അവസാനമായിട്ടത് റൈറ്റ് ചെയ്തത് അയാൾ തന്നെ അത് റൈറ്റ് ചെയ്യണം. ഇവിടെ T3 ആണ് റൈറ്റ് ചെയ്തത്, ഇവിടെയും T3 തന്നെ റൈറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഏത് ട്രാൻസാക്ഷൻ്റെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ ആണ് മറ്റേ ട്രാൻസാക്ഷൻ റീഡ് ചെയ്തോ ഷെഡ്യൂൾ 1-ൽ, ഷെഡ്യൂൾ 2-ലും അത് തന്നെ ഹാപ്പൻ ചെയ്യണം. ഇവിടെ അത് ഹാപ്പൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ T3 റീഡ് ചെയ്യുന്നത് ലാസ്റ്റ് വാല്യൂ അപ്ഡേറ്റഡ് ബൈ T2 ആണ്. ഇവിടെ T3 റീഡ് ചെയ്യുന്നത് ലാസ്റ്റ് വാല്യൂ അപ്ഡേറ്റഡ് ബൈ T1 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് റോങ്. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ ഓരോ കണ്ടീഷൻസ് തന്നിട്ട് അത് വ്യൂ സീരിയലൈസബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് യു ക്യാൻ ആക്ച്വലി സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്. നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, അപ്പോൾ ഇത് നമ്മൾ ഡെഫിനിഷൻസ് എല്ലാം കഴിഞ്ഞു. അടുത്ത മെയിൻ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു സീരിയലൈസബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അൽഗോരിതമാണിത്. ഓക്കെ, അപ്പോൾ ഈ അൽഗോരിതമാണ് പറയുന്നത് ടെസ്റ്റിംഗ് ദ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ എസ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ TI participating in schedule S. Create a node labeled TI in the precedence graph. അതായത് നമ്മളിവിടെ ഗ്രാഫ് വരച്ചാണ് നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ഷെഡ്യൂളിൽ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോഡിനകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, ഇപ്പോൾ ഷെഡ്യൂൾ എസ്സിൽ T1 എന്ന് പറയുന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ T1-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു നോഡാക്കി മാറ്റും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എസ് ഉണ്ട്, ആ എസ്സിനകത്ത് നമുക്ക് T1 എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ നോഡാക്കി മാറ്റും. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഫോർ ഈച്ച് കേസ് in S where Tj execute a read item X after Ti executes a write item X, we create an edge Ti to Tj. അതായത് ഇപ്പം ഈ ട്രാൻസാക്ഷൻ TJ എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ആദ്യം എന്ത് ചെയ്യുന്നു? TJ ഒരു ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. ഓക്കെ, ആ റീഡ് ചെയ്ത ഐറ്റത്തിനെയാണ് Ti എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ TI നിന്ന് TJയിലേക്കൊരു ഗ്രാഫ് എഡ്ജ് വരയ്ക്കും. ഓക്കെ, മനസ്സിലായില്ലേ? TI നിന്ന് TJയിലേക്കൊരു നമ്മൾ ഒരു ഗ്രാഫ്, ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ TI ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ട്രാൻസാക്ഷനാണ്. നമുക്ക് ഇനി അടുത്ത് TJ ഉണ്ട്, അത് വേറൊരു ട്രാൻസാക്ഷനാണ്. ഓക്കെ, വേറൊരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TJ റീഡ് ചെയ്ത ഡാറ്റ ഐറ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? TI അത് റീഡ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? TI നിന്ന് TJയിലേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ X എന്ന് മാർക്ക് ചെയ്യണം. ഏത് ഡാറ്റ ഐറ്റമാണ് റീഡ് ചെയ്ത് അത് നമ്മൾ X എന്ന് മാർക്ക് ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഫോർ ഈച്ച് കേസ് ഇൻ എസ്, ഷെഡ്യൂൾ എസ്സിൽ TJ എക്സിക്യൂട്ട് എ റൈറ്റ് ഐറ്റം X ആഫ്റ്റർ TI റീഡ് ഐറ്റം X. അതായത് TI റീഡ് ചെയ്ത സാധനം, X എന്ന് പറയുന്നൊരു സാധനം റീഡ് ചെയ്തത് TJ അത് റൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? TI നിന്ന് TJയിലേക്കൊരു എഡ്ജ് വരയ്ക്കണം. രണ്ട് കേസിലും TI നിന്ന് TJയിലോട്ട് തന്നെ നമ്മൾ എഡ്ജ് വരയ്ക്കണം. ഓക്കെ, ഇനി നാലാമത്തെ കേസ്
For each case in S where Tj execute a write item x after Ti executes a write item x. അതായത് ടി ഐ ആദ്യം ഒരു റൈറ്റ് ഐറ്റം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ റൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ടി ജെ എക്സ് എന്ന് പറയുന്ന വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും നമ്മൾ ടി ഐയിൽ നിന്ന് ടി ജെക്കിലേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കും, ഒരു എഡ്ജ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ റൂൾസ് എല്ലാം വെച്ച് വരച്ച് ഒരു ഗ്രാഫിൽ സൈക്കിൾ വരുന്നുണ്ടെങ്കിൽ അത് സീരിയലൈസബിൾ അല്ല. വാട്ട് ഡു യു മീൻ ബൈ സൈക്കിൾ? സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് കറങ്ങി വരുന്നത് തന്നെയാണ്. ഇപ്പോൾ T1 T2 അപ്പോൾ ഇത് ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് വെച്ച് നമ്മൾ എഡ്ജ് വരയ്ക്കും. ഇപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് സൈക്കിളല്ല. ഓക്കെ, ഇപ്പോൾ T1 നിന്ന് T2 T2 നിന്ന് വീണ്ടും T1 വരികയാണെങ്കിൽ ദാറ്റ് ഫോംസ് എ സൈക്കിൾ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് സീരിയലൈസബിൾ അല്ല. ഓക്കെ, ഷെഡ്യൂൾ എസ് ഈസ് serializable if and only if the precedence have no cycle. സൈക്കിൾ ഇല്ല എങ്കിൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് സീരിയലൈസബിൾ. അല്ലെങ്കിൽ ഇത് സീരിയലൈസബിൾ അല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നൗ ലെറ്റ് us see an example. നമ്മൾ നേരത്തെ കണ്ട ഷെഡ്യൂളാണ്. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് നമ്മൾ തപ്പിയെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് റൈറ്റ് ഐറ്റം എക്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സീരിയലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് റൈറ്റ് ഐറ്റം എക്സ് ഉണ്ടല്ലേ. ഈ റൈറ്റ് ഐറ്റം എക്സ് ഇപ്പോൾ ആദ്യം എക്സ് റീഡ് ചെയ്യുന്നു, എക്സിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, എന്നിട്ട് ആ എക്സ് വാല്യൂ റൈറ്റ് ചെയ്യുന്നു. ആ റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ഇപ്പോൾ ഈ ബാക്കി വരുന്നതെല്ലാം റീഡ് ഐറ്റം വൈ ആണ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റൈറ്റ് ചെയ്ത എക്സ് വാല്യൂ ആണ് T2 റീഡ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ റീഡിങ് T2 is reading the data item that is written by T2. Okay, that is written by T1. ഓക്കെ, അപ്പോൾ നമ്മൾ T1 നിന്ന് T2 ഒരു ഗ്രാഫ് വരയ്ക്കും വിത്ത് എക്സ്. അതാണ് ഇതിൻ്റെ ക്ലിയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് സീരിയലൈസബിൾ, ഇത് ഓൾറെഡി ഇതാണ് സീരിയലാണ്, അതുകൊണ്ട് നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ രണ്ടാമത്തിൽ നോക്കിക്കേ, രണ്ടാമത്തെ ഷെഡ്യൂളിൽ നോക്കിക്കേ, റൈറ്റ് ഐറ്റം എക്സ് റീഡ് എക്സ് കൊടുത്തു, എക്സ് എന്ന് ഓപ്പറേറ്റ് ചെയ്തു, റൈറ്റ് ഐറ്റം എക്സ് കൊടുത്തു അല്ലേ. ആ റൈറ്റ് ഐറ്റം എക്സ് T2 റൈറ്റ് ചെയ്തതാണ് T1 റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, T2 റൈറ്റ് ചെയ്തതാണ് T1 റീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ T2 നിന്ന് നമ്മൾ T1 ഒരു ഗ്രാഫ് വരയ്ക്കും വിത്ത് എക്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിക്കേ, നമ്മുടെ ഷെഡ്യൂൾ സി. നമുക്ക് സീരിയലൈസബിൾ ആക്കാൻ പറ്റില്ല നമ്മൾ കണ്ട ഒരു ഷെഡ്യൂളാണത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്. ഇവിടെ നമുക്ക് ഇവിടെ T2 റീഡ് ചെയ്തത് ആദ്യം T1 റീഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് T2 അത് റീഡ് ചെയ്തു, അത് കുഴപ്പമില്ല. പിന്നെ T2 റീഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു റൈറ്റും ഇവിടെ ഒരു റീഡും റൈറ്റും വരുന്നു അല്ലേ. ഇവിടെ T2 റീഡ് ചെയ്തത് ഇവിടെ റൈറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം T2 നിന്ന് T1 ഉണ്ട്, T2 നിന്ന് T1 ഒരു നമ്മളൊരു T2 റീഡിങ്, ഇവിടെ T1 റൈറ്റിംഗ്. സോ T2 നിന്ന് T1 നമ്മൾ ഒരു ഇത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, റൈറ്റ് ഐറ്റം എക്സ് T1 ഒരു എക്സ് വാല്യൂ റൈറ്റ് ചെയ്യുന്നു, T2 അതുപോലെ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ നമുക്ക് അറിയാതൊക്കെയാണെന്നുള്ളത് അറിയാം അല്ലേ. റീഡ് റൈറ്റ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ദീസ് ആർ ദ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ ഒരേ ഷെഡ്യൂളിൽ തന്നെ ഈ മൾട്ടിപ്പിൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് സീരിയലൈസബിൾ ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, റൈറ്റ് അപ്പോൾ T1 റൈറ്റ് ചെയ്തത് T2 അത് അപ്ഡേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ T1 റൈറ്റ് ചെയ്തത് T2 അത് അപ്ഡേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ T1 നിന്ന് T2 നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും, എഡ്ജ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഒരു സൈക്കിൾ ഫോം ചെയ്താൽ എന്താണ് അർത്ഥം, സൈക്കിൾ ഫോം ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് സീരിയലൈസബിൾ എന്നാണ് അർത്ഥം. ക്ലിയർ? അപ്പോൾ ഇതൊരു സീരിയലൈസബിൾ അല്ല, ബിക്കോസ് സൈക്കിൾ ഹാസ് ഫോംഡ്. നെക്സ്റ്റ് ഷെഡ്യൂൾ ഡി നോക്കിക്കേ.
ഷെഡ്യൂൾ ഡിയിൽ കോൺഫ്ലിക്റ്റിംഗ് വരുന്നത് റൈറ്റ് ഐറ്റം എക്സും റീഡ് ഐറ്റം എക്സും ആണ്. ഓക്കെ, അപ്പോൾ T1 റൈറ്റ് ചെയ്തതാണ് T2 റീഡ് ചെയ്യുന്നത്. T1 റൈറ്റ് ചെയ്തതാണ് T2 റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ T1 എന്ന് നമ്മൾ T2 നമ്മൾ ഒരു ഇത് കൊടുക്കുന്നു, ഗ്രാഫ് കൊടുക്കുന്നു. ക്ലിയർ? സോ ദിസ് ഈസ് എക്സ് വാല്യൂ എക്സ് ആണ്, നമ്മൾ ഡാറ്റ ഐറ്റം എക്സ് ആണ് നമ്മൾ അവിടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ ഐറ്റം. അതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. നോ സൈക്കിൾ ഈസ് ഫോംഡ്. സോ ദിസ് ഷെഡ്യൂൾ ക്യാൻ ബി സീരിയലൈസബിൾ. ഓക്കെ, അപ്പോൾ സീരിയലൈസബിൾ ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതമാണ് നമ്മൾ കണ്ടത്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സീരിയലൈസബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതം, ടെസ്റ്റിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഗ്രാഫ് വരച്ച് നോക്കുക. സൈക്കിൾ വരുന്നുണ്ടെങ്കിൽ ഇത് സീരിയലൈസബിൾ അല്ല. ഓക്കെ, ബാക്കി ഷെഡ്യൂൾസ് എല്ലാം സീരിയലൈസബിളാണ്, ഇത് സീരിയലൈസബിളാണ്. ക്ലിയർ? ഓക്കെ.